ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം മാംസമായി അവതരിച്ച ഈശോയുടെ സമാധാനം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ശാലോം പ്രേക്ഷകരെയും നേസസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 119:11 ഇപ്രകാരം പറയുന്നു: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം സൂക്ഷിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, തിരുവചനത്താൽ നാം നിറയുമ്പോൾ നാം പാപത്തിൽ വീഴുകയില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള നേസസിനോട് വചനം പങ്കുവയ്ക്കപ്പെടുന്ന ദിവസം. തിരുസഭയെപ്പറ്റി വചനാധിഷ്ഠിതമായി നമ്മോടൊന്ന് സംസാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായ ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ഛനാണ്. അച്ഛനെ നമുക്കിപ്പോൾ പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരോടാണ് ഈ വചനം പറയുന്നത്. നിങ്ങളുടെ ആതുര സേവന ശുശ്രൂഷ രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവിക മേഖലയിലായിരിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വഴിയിലൂടെ നടത്തുവാനും ഇടവരട്ടെ എന്ന പ്രത്യേകമായ പ്രാർത്ഥനയോടെയാണ് നിങ്ങളോട് ഈ വചനം ഞാൻ സംസാരിക്കുക. തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സഭയിൽ നിന്നുകൊണ്ട് സഭയുടെ പടയാളികളായി, സഭയുടെ ശുശ്രൂഷകരായി മാറാൻ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് സഭ എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി ഒരു ചെറിയ പഠനം ഈ സമയത്ത് നടത്താൻ ഈ വചനവിചിന്തനത്തിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് നിങ്ങൾ വിവിധങ്ങളായ മേഖലകളിലൂടെ, രോഗികളുടെ സമീപങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് പേര് സഭയെപ്പറ്റി, സഭാസംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ടാകും. ചിലരൊക്കെ സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് സഭ എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് തന്നെ സംശയങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ചില വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെന്ന് തോന്നിയേക്കാം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ചുരുക്കത്തിൽ എന്താണ് സഭ എന്നുള്ളതാണ് നമ്മുടെ വിചിന്തനത്തിൻ്റെ വിഷയം. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ ഇന്ന് പലരുടെയും മനസ്സിൽ സഭയെ പറ്റിയുള്ള ഒരു ചിന്ത നിലനിൽക്കുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ സഭ ഒരു കൂട്ടായ്മയാണ്. അതൊരു നിർവചനമാണ്. സഭ ഒരു കൂട്ടായ്മയാണ്. സഭ ഒരു വിശ്വാസികളുടെ സമൂഹമാണ്. അതും സഭയുടെ ഒരു നിർവചനമാണ്. അല്ലെങ്കിൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സംഘബലമായിട്ട് സഭയെ കാണുന്നവരുണ്ട്. ഞങ്ങളെല്ലാവരും സഭയുടെ അംഗങ്ങളാണ് എന്നുള്ള പേരിൽ സഭയെ കാണുന്നവരുണ്ട്. ഇങ്ങനെ സഭയെ വിവിധ തരത്തിൽ നോക്കിക്കാണുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സഭ എന്ന് ചോദിച്ചാൽ സഭാശാസ്ത്രം നൽകുന്ന ഏറ്റവും ലളിതമായ സഭയുടെ ഒരു നിർവചനമാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത്. അതൊരു വലിയ സംഗതിയൊന്നുമല്ല, ഒരു കൊച്ചു വാക്യമാണ്. സഭ എന്താണ് എന്ന് ചോദിച്ചാൽ സഭ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സഭ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സഭയെ സംബന്ധിച്ച് നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സഭയെ അവതരിപ്പിക്കാനുള്ളൊരു കാര്യശേഷി നമുക്കുണ്ടാകണം. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ എന്നാണെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോയുടെ മനസ്സിൽ നിന്ന് മുളപൊട്ടി ഒഴുകിയതാണ് നമ്മുടെ സഭയെന്ന്. ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോ വിഭാവനം ചെയ്തതാണ് സഭയെന്ന്. ഈശോയുടെ പരസ്യജീവിത കാലത്ത് ഈശോ സ്വപ്നം കണ്ടതാണ് നമ്മുടെ സഭയെന്ന്. അല്ലാതെ ഇതിന് ശേഷം ഒരുമിച്ച് കൂടിയ ഒരു കമ്മിറ്റിയോ ഒരു യോഗമോ ഒരു കൂട്ടായ്മയോ അല്ല നമ്മുടെ സഭ എന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് സഭയെ കാണാനാവുമോ എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുക. ഞാൻ ഏതാനും ചില ബൈബിൾ വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത്
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-17 മുതലുള്ള അല്ലെങ്കിൽ 18 മുതലുള്ള തിരുവചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. 20-ാമത്തെ വാക്യം: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഈശോ തൻ്റെ ശിഷ്യ സമൂഹത്തിന് കൊടുക്കുന്നൊരു ദൗത്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ ഒരു കൂട്ടായ്മയിൽ നിർത്താൻ. ഇതാണ് ഈശോ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന സഭ. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇതിൻ്റെ തത്തുല്യമായ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: 15-16. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങളുണ്ടായിരിക്കും. ഈശോ വിഭാവനം ചെയ്യുന്ന സഭയെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. ഈശോ മനസ്സിൽ കാണുന്നൊരു സഭ, ഒരു കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണമെന്നുള്ള ഒരാഗ്രഹം. സഭാ വിജ്ഞാനീയം പഠിക്കുന്നവർ പറയുക, ഈശോ തൻ്റെ മനസ്സിൽ കണ്ടിരുന്ന സഭ ഏറ്റവും സ്പഷ്ടമായി അവൻ പ്രകടിപ്പിക്കുന്നത്, അവൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്തു കൂടി നടന്നു പോവുകയാണ്. ഈശോ ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെയാണ്. ആ ഭാഗം നിങ്ങൾക്കറിയാം. പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്നാണ്. ഈ ഒരു ദൈവീകമായ അല്ലെങ്കിൽ ദൈവ അരൂപി നിറഞ്ഞ ഒരു മറുപടി കേട്ടിട്ട് അതിനോട് പ്രതികരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ആ ഭാഗം മറന്നു പോകരുത്. സഭയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടെത്തേണ്ട ഒരു ഭാഗമാണ്. അതിപ്രകാരമാണ് പറയുക: ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഭൂമിയിലും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോ തൻ്റെ സ്വപ്നം, ഈശോ വിഭാവനം ചെയ്യുന്നൊരു സഭ പത്രോസാകുന്ന അടിത്തറമേൽ പടുത്തുയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ചുരുക്കത്തിൽ എന്താണ് സഭ? എന്താണ് സഭയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് സഭയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് ഈ വാചകത്തിൽ തന്നെ കിടപ്പുണ്ട്. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കാൻ പോവുകയാണ്. അങ്ങനെ സഭ സ്ഥാപിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ്? 1, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. 2, സ്വർഗരാജ്യത്തിൻ്റെ വഴിയിലേക്ക്, സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകളിലേക്ക് നിന്നെ ഞാൻ നയിക്കും. ഈ ലോകത്ത് ഒരുപക്ഷെ ഇത് പ്രേക്ഷകരായിട്ട് ഇത് കാണുന്ന ഒത്തിരി ആളുകളുണ്ടാകും. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, മാമോദീസ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സഭയിലെ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ് ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുക. നീ സഭയുടെ അംഗമാണോ? എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിന്നെ മോചിപ്പിക്കും. നീ ഒരു ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ, നിൻ്റെ വീടൊന്ന് വെഞ്ചരിക്കുമ്പോൾ, നീ ഒരു വാഹനം കൊണ്ടുചെന്നൊന്ന് ആശീർവദിക്കണമെന്ന് പുരോഹിതനോട് പറയുമ്പോൾ, ഒരുപക്ഷേ നീ ഒരു പാപസങ്കീർത്തനത്തിനായിട്ട് കുംഭസാരവേദിയിൽ മുട്ടുകുത്തുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയ്ക്കായി വൈദികൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? തമ്പുരാനെ, ഈ ലോകത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ നീക്കം ചെയ്ത് വിശുദ്ധിയുടെ വഴിയിലേക്ക് നിന്നെ നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭയിലെ അംഗങ്ങളായി വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ വാഗ്ദാനം എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമേ എന്നാണ്. ഞാനിവിടെ അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമായിട്ടും ആതുര ശുശ്രൂഷ രംഗത്തുള്ള നഴ്സുമാരോടാണ്.
നിങ്ങൾ ഒരു ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പ്രാർത്ഥിക്കുക? ഇന്നത്തെ ദിവസം ശുഭമാകണമേ എന്നല്ലേ? ഇന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയാകണമേ എന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? കർത്താവെ, ഇന്ന് എനിക്ക് കൃപയുണ്ടാകണമെന്ന്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ഇന്ന് പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാകരുതെന്ന്, സാത്താൻ്റെ ശക്തികൾ കടന്നു വരരുതെന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നീ സഭയിലെ അംഗമാണോ? എല്ലാ പൈശാചിക ബന്ധങ്ങളിൽ നിന്നും ഈശോ നിന്നെ മോചിപ്പിക്കും. 2, സ്വർഗരാജ്യത്തിൻ്റെ വഴികളിലേക്ക് നിന്നെ നയിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സഭ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ. ആ സഭയിൽ അംഗമായാൽ നിനക്ക് ലഭിക്കുന്നത് എന്താണ്? എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നുള്ള മോചനവും സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു നല്ല നടപ്പും നിനക്ക് സഭ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ വാഗ്ദാനം ചെയ്യുന്ന സഭയ്ക്ക് മത്തായിയുടെ സുവിശേഷം 16, 18, 19 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ സഭയെ പിന്നീട് നമ്മളൊരു സ്ഥലത്ത് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം നമുക്കറിയാം. ഈശോ തിബേരിയൂസ് കടൽ തീരത്താണ്. തിബേരിയൂസ് കടൽ തീരത്ത് നിൽക്കുന്ന ഈശോ ശിഷ്യന്മാരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഈശോ അവരുടെ അടുത്തേക്ക് ശിഷ്യന്മാർ അവരുടെ അടുത്തേക്ക് ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്നു. ശേഷം 15-ാം വാക്യം മുതൽ 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ ഈശോ പത്രോസിന് നേരെ തിരിയുകയാണ്. വീണ്ടും സഭയുടെ നേതൃത്വം പത്രോസിനെ ഏൽപ്പിക്കുന്ന ഭാഗം നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിക്കുന്നത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തിൽ പ്രധാനിയായ പത്രോസിനെ തെരഞ്ഞെടുത്തിട്ട് അവനെ അജപാലകനാക്കുന്ന രംഗമാണ്, അവനെ നേതാവാക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. അവിടെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, നീ സഭയിൽ അംഗമായാൽ നിൻ്റെ പൈശാചിക ബന്ധനങ്ങളെല്ലാം നീക്കിത്തരാൻ, നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഈശോ നിന്നെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ആ സഭയിലെ അംഗത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരാൾക്കുണ്ടാകേണ്ട അടിസ്ഥാന യോഗ്യതയാണ് യോഹന്നാൻ 21:15 പറയുക. എന്താണ് അടിസ്ഥാന യോഗ്യത? നിനക്കൊരൊറ്റ യോഗ്യത മതി സഭയിലേക്ക് കടന്നു വരാൻ. അത് നീ ഈശോയെ സ്നേഹിക്കണം, മറ്റെന്തിനേക്കാളുപരിയായി, മറ്റാരേക്കാളുമുപരിയായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനുള്ളതാണ് സഭ. ഒരുപക്ഷെ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ കയറി വരുന്നത് 10, 1000, 500, 2000, 4000 പേരൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ 500 പേരും ഒരുപോലെ ഈശോയെ സ്നേഹിക്കുന്നവരാണെന്ന്, ഈ 2000 പേരും ഒരുപോലെ ഈശോയെ സ്നേഹിക്കുന്നവരാണെന്ന്. ചിലർക്ക് കൂടുതലായൊരു സ്നേഹം, യേശു സ്നേഹമുണ്ട്. കൂടുതലായി സ്നേഹിക്കുന്നവനാണ് സഭയുടെ മഹത്വം കൂടുതലായി സ്വീകരിക്കാൻ കടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം അവന് ലഭിക്കുക. കൂടുതലായി ലഭിക്കുന്നവനാണ് കൂടുതലായി അത് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ മാമോദീസ സ്വീകരിച്ചാൽ സഭയുടെ അംഗമാവില്ലേ എന്ന് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചോദിക്കും. ആകും. മാമോദീസ സ്വീകരിക്കുന്നവൻ നൈയാമികമായി സഭയുടെ അംഗമാണ്. മാമോദീസ സ്വീകരണത്തിലൂടെ നിയമപരമായി അവൻ സഭയുടെ അംഗമാണ്. അവൻ നമ്മുടെ കുടുംബ രജിസ്റ്ററിൽ, നമ്മുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ അംഗമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മാറുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ സഭയുടെ ഒരു ശ്രേഷ്ഠമായ അംഗത്വത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അവൻ അംഗമാണ്. അവന് മത്തായി എന്ന് പേരുണ്ട്, അവൾക്ക് അന്ന എന്ന് പേരുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്താണ് സഭയിലെ അംഗത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? സഭയിലെ അംഗത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അചഞ്ചലമായ ക്രിസ്തു സ്നേഹമാണ്.
അങ്ങനെയാണെങ്കിൽ 500 പേര് ഇന്ന് രാവിലെ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അതിലെത്ര പേർക്ക് ആഴമായ ക്രിസ്തു സ്നേഹമുണ്ടോ അവൻ കൂടുതൽ സഭയോടടുത്ത് നിൽക്കുന്നവനാണ്. അവൾ കൂടുതലായിട്ട് യേശുവിനോടൊന്നിച്ച് നിൽക്കുന്നതനുസരിച്ച് സഭയുടെ ഭാഗവും ഭാവവുമായി മാറുന്നവളാണ് എന്ന് ഉള്ള തിരിച്ചറിവാണ് സഭയെപ്പറ്റി നമ്മൾ കൃത്യതയോടെ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈശോ ഈ സഭയെ മനസ്സിൽ കണ്ടിരുന്നു എന്നാണ് നമ്മൾ ഈ കണ്ട വചനങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 16, 18, 19 വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഇവിടെ എല്ലാം നമ്മൾ കാണുക ഈശോയുടെ മനസ്സിലൊരു സഭയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സഭയെ മനോഹരമായിട്ട് വിവരിക്കുന്നത് കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലനാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരു ശരീരവും പല അവയവങ്ങളുമാണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ. ദീർഘമാണ് അധ്യായം, പക്ഷേ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആ ഭാഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ശരീരവും പല അവയവങ്ങളും എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുക. ആദ്യത്തെ വാചകം, ആദ്യത്തെ സെൻറ്റൻസ് മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. കാരണം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ സഭയുടെ ഒരു സ്ട്രക്ചറാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. ഇവിടെ പറയുന്നത് എന്താണ്? ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏകശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏകശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. പൗലോസ് അപ്പസ്തോലൻ പറയുക, ഒരു ശരീരത്തിൻ്റെ കൈയും കാലും കാതും കണ്ണും പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനെയാണ് ഈശോ വിഭാവനം ചെയ്ത സഭ എന്ന് പറയുന്നത്. നമ്മൾ വഴിയെ പോകുമ്പോൾ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ കൈ പറയുമോ? അത് സാരമില്ല, അതവിടെ ഇരിക്കട്ടെ, അവൻ കുറേ നാളായി ഇങ്ങനെ നടക്കുന്നു, അവൻ്റെ കാലിൽ ആ മുള്ളിരിക്കട്ടെ എന്ന് പറയില്ലല്ലോ. കൈക്ക് വേദനിച്ചാൽ അത് കാലിനും വേദനിച്ചതുപോലെയാണ്. കാതില്ലാതായാൽ അത് കണ്ണിനും ഒരു കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സഭാശരീരത്തിലെ അംഗങ്ങളെ പോലെ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടെ യേശുക്രിസ്തു വിഭാവനം ചെയ്ത സഭയിൽ കണ്ണും കാതും കാലും കയ്യുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സഭ എന്ന് പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുകയാണ്. ഈ സഭയെ, അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ ഈശോ തന്നെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് സഭ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ കാണേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഈശോ സഭയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു നേതൃത്വ ശൈലിക്ക് ഈശോ രൂപം കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. വചനം ഇപ്രകാരമാണ്: പിന്നെ അവർ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, തുടർന്ന് അപ്പസ്തോലന്മാരുടെ പേര് പറയുകയാണ്. ഈശോ തൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്തൊരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇവിടെ ഈശോ തിരഞ്ഞെടുക്കുന്ന 3 കാര്യങ്ങൾ: 1, തന്നോടുകൂടി ആയിരിക്കാൻ; 2, പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ; 3, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നും വിശുദ്ധീകരണത്തിൽ സഭയുടെ വഴിയിലൂടെ, സഭയുടെ പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ അപ്പസ്തോലിക ധർമ്മത്തിൻ്റെ പങ്കാളികളായിട്ട് കടന്നു വരുന്ന എല്ലാവരും ഈ 3 ധർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ആളെ കൊണ്ടുവന്നിട്ട് അച്ഛാ ഇവൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആശീർവദിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, പൈശാചിക ബന്ധനങ്ങളെ നീക്കിക്കളയാൻ
നമ്മുടെ വീടൊന്ന് വെഞ്ചരിക്കുമ്പോൾ, നമ്മുടെ വാഹനമൊന്ന് ആശീർവദിക്കുമ്പോൾ, നമ്മളൊരു ആശീർവാദം വൈദികൻ കൊടുക്കുമ്പോൾ അവിടെയെല്ലാം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും വിട്ടകന്ന് ഈശോയോട് കൂടെയായിരിക്കുന്നവർ, സുവിശേഷം വ്യാഖ്യാനിക്കുന്നവർ, ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടുതലായിട്ടുള്ള അർത്ഥം പിടികിട്ടുന്നത് ഈ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലുള്ള കൂടുതലായിട്ടുള്ള വിശദീകരണത്തിൽ നിന്നാണ്. അവിടെയും അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നതാണ്. അപ്പസ്തോല പ്രവർത്തനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ. വചനം ഇപ്രകാരമാണ്: ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. ഈശോ ഒരു രാത്രി മുഴുവൻ മലയുടെ മുകളിലാണ്. മലയുടെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ പകൽ വെളുപ്പിനായപ്പോൾ താഴേക്കിറങ്ങി വരികയാണ്. താഴേക്കിറങ്ങി വരുമ്പോൾ ഒരുപാട് ആളുകളെ അവിടെ കാണുന്നുണ്ട്. അവരെ ഈശോ വിളിച്ച പേര് ശിഷ്യന്മാർ എന്നാണ്. ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ഈശോ തെരഞ്ഞെടുത്ത് പ്രത്യേകമായി നിയോഗിച്ചവരാണ് 12 അപ്പസ്തോലന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈശോ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ കണ്ട ഗ്രൂപ്പുണ്ടല്ലോ, അതിനകത്ത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായവരുണ്ട്, അത്ഭുതം കാണാൻ വന്നവരുണ്ട്. ഇവരെല്ലാം ഈശോയുടെ ശിഷ്യന്മാരാണ്. അവരിൽ നിന്ന് 12 പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഈശോ കൊടുത്ത പേരാണ് അപ്പസ്തോലന്മാരെന്ന്. ഈശോയുടെ 12 ശിഷ്യന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പസ്തോലന്മാരെയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരല്ല. ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഈശോ അനുഗമിക്കുന്ന സകലരുമാണ്, അവിടുത്തെ പിന്നാലെ വരുന്ന എല്ലാവരുമാണ്. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുത്ത് കടന്നു വരുന്നവരാണ് ഈശോയുടെ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈശോ അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് നൽകുകയാണ്. വീണ്ടും സഭയുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ വചനത്തിൽ മുഴുവൻ നമ്മൾ കാണുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുന്നു? ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അതിപ്രകാരമാണ്: എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈശോ മനസ്സിലൊരു സഭയെ വിഭാവനം ചെയ്തിരുന്നു എന്നുള്ള വലിയ സത്യമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അടുത്ത ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഈ സഭയെ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ എങ്ങനെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ഈശോ തൻ്റെ മനസ്സിൽ ഒരു സഭ വിഭാവനം ചെയ്തിരുന്നു. ഈശോ തൻ്റെ മനസ്സിൽ ഒരു സഭയെ കൊണ്ടു നടന്നിരുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും എല്ലാം നമ്മൾ കണ്ടത്. ആ സഭയ്ക്കൊരു നേതൃത്വവും ഈശോ കൊടുത്തു. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ആ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോ അവരോട് അവസാനമായിട്ട് പറഞ്ഞു, നിങ്ങൾ സഭയുടെ വക്താക്കളായിട്ട് പോകുന്നതിന് മുൻപ്, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുൻപ്, യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് മുൻപ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നത് വരെ ഈ നഗരത്തിൽ തന്നെ വസിക്കാൻ. ഏതാണ് ആ നഗരം? ജെറുസലേം നഗരം. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നത്, എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്ത സഭയ്ക്ക് മജ്ജയും മാംസവും കൊടുക്കേണ്ടത് നിങ്ങളാണ് അപ്പസ്തോലന്മാരോട്. എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്ത സഭയ്ക്ക് രൂപവും ഭാവവും നൽകേണ്ടത് നിങ്ങളാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. അങ്ങനെ നൽകുന്ന സഹായകനിലൂടെ സഭ എപ്രകാരം മുന്നോട്ട് പോയി എന്ന് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വിജയകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കുടുംബങ്ങളുടെ കുടുംബമായ തിരുസഭയെപ്പറ്റി വചനാധിഷ്ഠിതമായി നമ്മോട് സംസാരിച്ച ജിമ്മി അച്ഛനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. തിരുസഭയെപ്പറ്റി കൂടുതൽ അറിയുവാനായി അടുത്ത ആഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. നേഴ്സസായ നാം തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും സഭയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുവാനുമായി ലോകമെമ്പാടുമുള്ള നേഴ്സസിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.